ജഡ്ജിയുടെ വീട്ടിൽ പണം കണ്ടെത്തിയ സംഭവത്തിൽ സുപ്രീം കോടതി നടത്തുന്ന അന്വേഷണത്തിനെതിരെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. അന്വേഷണം ജുഡീഷ്യറിയുടെ അധികാര പരിധിയിൽ വരുന്നതല്ല. ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണോ ഈ സമിതി രൂപീകരിച്ചത്? പാർലമെന്റ് പാസാക്കിയ ഏതെങ്കിലും നിയമത്തിന്റെ അടിസ്ഥാനത്തിലോ ആണോ എന്നും രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻഖർ ചോദിക്കുന്നു. There is a committee of 3 judges investigating the matter. But investigation is domain of the executive. Investigation is not the domain of judiciary. Is the committee under Constitution of India? No. Is this committee of 3 judges having any sanction under any law emanating from Parliament? No. And what can the committee do? Committee can at the most make a recommendation. Recommendation to whom? And for what? The kind of mechanism we have for judges. The only action finally that can be taken is by the Parliament. ബസന്ത് വിവരങ്ങളുമായിട്ട് ബസന്ത്, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ഒരു ചെറിയ രീതിയിലുള്ള ഉരസൽ അത് സുപ്രീം കോടതിയും സർക്കാരും തമ്മിലുള്ള വ്യക്തമാകുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് കാണാം. ഇത് എവിടെയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞത്? എന്തൊക്കെയായിരുന്നു വിമർശനം? ദിവിഷ, രാജ്യസഭയുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഒരു അവസാനത്തെ ദിനത്തിലാണ് ഈ ഒരു പ്രസംഗം ഉപരാഷ്ട്രപതി നടത്തിയിരിക്കുന്നത്. മാർച്ച് 14-15 ദിവസങ്ങളിൽ ഡൽഹി ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്നും കോടികൾ കത്തിക്കരഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവമാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി വലിയ തോതിൽ ഒരു വലിയ വിമർശനത്തിന് വഴിവെച്ചിരിക്കുന്നത്. 7 ദിവസം കഴിഞ്ഞിട്ടാണ് പുറംലോകം ഇത്തരം ഒരു സംഭവം അറിഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി പറയുന്നത്. മാത്രമല്ല, ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സുപ്രീം കോടതി ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. 3 അംഗ സമിതിയാണ് രൂപീകരിക്കുന്നത്. ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഏത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സമിതി രൂപീകരിക്കാൻ സുപ്രീം കോടതിക്ക് കഴിയുക എന്നാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി ചോദിക്കുന്നത്. മാത്രമല്ല, ഈ കാര്യത്തിൽ ജഡ്ജിമാരുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവസാന തീരുമാനമെടുക്കേണ്ടത് പാർലമെൻറ്റാണ്. പാർലമെൻറ്റ് അറിയാത്ത, പാർലമെൻറ്റിൻ്റെ പാസ്സാക്കാത്ത ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സമിതി രൂപീകരിച്ചത് എന്ന് വ്യക്തമാക്കണം. 1 മാസമായി അന്വേഷണം നടക്കുന്നു. പക്ഷേ എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ? അന്വേഷണം ഏത് ഘട്ടത്തിലെത്തി തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. ഈ അഴിമതിയുമായി അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് പുറം ലോകം അറിയേണ്ട സമയം എത്തിയിരിക്കുന്നു. അത് പുറത്ത് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ള അതിരൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി ഉന്നയിക്കുന്നത്. ഒരുപക്ഷെ സുപ്രീം കോടതിക്ക് നേരിട്ട് മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ തലവൻ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയെ ഇപ്പോൾ അലഹബാദിലേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ജുഡീഷ്യൽ വർക്ക് ഒന്നും തന്നെ നൽകുന്നില്ല, അല്ലെങ്കിൽ കോടതി നടപടികളുമായി ബന്ധപ്പെട്ട ജോലി ഒന്നും തന്നെ നൽകിയിട്ടില്ല. പക്ഷേ ആ ഒരു നടപടി, അല്ലെങ്കിൽ ആ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വസതിയിൽ നിന്നും ആ രാത്രി കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ, അല്ലെങ്കിൽ ഒരു തീപിടുത്തത്തെ തുടർന്ന് കണ്ടെത്തിയ കോടികളുടെ ഉറവിടം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ പുറത്തു വരുന്നില്ല. ഏറ്റവും രൂക്ഷമായ വിമർശനം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മാർച്ച് 14-15 രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അത് പുറത്തു വന്നത് ഒരു പത്രവാർത്തയിലൂടെ മാത്രമാണ്. എന്തുകൊണ്ട് അത് മൂടിവെച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി ചോദിക്കുന്നത്. ദിവിഷ്.